ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങുന്നു. വെറും 4 മാസം മുമ്പ് വൻ ഭൂരിപക്ഷത്തോടെ അധികാരമേറ്റ ഒരു മുഖ്യമന്ത്രി പെട്ടെന്ന് എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്? ഇതിനു പിന്നിൽ ബി.ജെ.പിയുടെ സമ്മർദ്ദ തന്ത്രങ്ങളുണ്ടോ? എന്താവും ഇനി ജെ.ഡി.യുവിന്റെ ഭാവി? ആരാവും നിതീഷിന്റെ പിൻഗാമിയായി ബീഹാറിന്റെ മുഖ്യമന്ത്രി കസേരയിൽ എത്തുക? നമുക്ക് വിശദമായി പരിശോധിക്കാം. ബീഹാറിൽ ഹോളി ആഘോഷത്തിന്റെ ലഹരിയിലായിരുന്നു എല്ലാവരും. എന്നാൽ പാട്നയിലെ മുഖ്യമന്ത്രിയുടെ വസതിയിലും എൻ.ഡി.എ ക്യാമ്പിലും തിരക്കിട്ട ചർച്ചകൾ അർദ്ധരാത്രി വരെ നീളുകയായിരുന്നു. ഡൽഹിയിൽ നിന്ന് അമിത്ഷായുടെ ഫോൺ കോളുകൾ തുരുതുരാ വന്നു. എല്ലാവരും പ്രവചിച്ചത് നിതീഷ് കുമാറിന്റെ മകൻ നിഷാന്ത് കുമാർ രാഷ്ട്രീയത്തിലേക്ക് വരുമെന്നാണ്. ശാന്ത സ്വഭാവക്കാരനായ നിഷാന്ത് രാജ്യസഭയിലേക്ക് പോകുമെന്നും ഇത് നിഷാന്തിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിനുള്ള സമയമാണെന്നും എല്ലാവരും കണക്കുകൂട്ടി. നിതീഷ് കുമാർ മുഖ്യമന്ത്രി കസേരയിൽ നിന്നും പടിയിറങ്ങുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പക്ഷേ കഥ മാറിമറിഞ്ഞു. നിതീഷ് കുമാർ തന്നെ നേരിട്ട് രാജ്യസഭയിലേക്ക് പത്രിക നൽകി, അതും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ സാക്ഷിയാക്കിക്കൊണ്ട്. വെറും 4 മാസം മുമ്പാണ് 243 സീറ്റുകളിൽ 202 എണ്ണവും തൂത്തുവാരി നിതീഷ് കുമാർ അധികാരത്തിൽ വന്നത്. ഗംഗാനദി മുതൽ നേപ്പാൾ അതിർത്തി വരെ നിതീഷ് തരംഗം ആഞ്ഞടിച്ച വിജയത്തിന് തൊട്ടു പിന്നാലെ അദ്ദേഹം എന്തിനു പിന്മാറുന്നു? ഇതാണ് ഏറ്റവും വലിയ ചോദ്യം. തന്റെ പിന്മാറ്റത്തെക്കുറിച്ച് നിതീഷ് കുമാർ സോഷ്യൽ മീഡിയയിൽ എഴുതിയ ഒരു കുറിപ്പുണ്ട്. അത് വായിച്ചാൽ ഒരു ഹൈക്കു കവിത പോലെയുണ്ട്. അദ്ദേഹം പറയുന്നതിന് മലയാള സംഗ്രഹം ഇങ്ങനെയാണ്: എന്റെ പാർലമെന്ററി യാത്രയുടെ തുടക്കം മുതൽ ബീഹാർ നിയമസഭയുടെയും പാർലമെന്റിന്റെയും ഇരുസഭകളിലും അംഗമാകണമെന്ന് ഉള്ളിലൊരു ആഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹം നിറവേറ്റാൻ ഞാൻ രാജ്യസഭയിലേക്ക് ചേക്കേറുന്നു. കേൾക്കാൻ നല്ല സുഖമൊക്കെയുണ്ട്, പക്ഷേ ഇത് വിശ്വസിക്കാൻ അല്പം പ്രയാസമാണ്. രാഷ്ട്രീയത്തിൽ ആഗ്രഹങ്ങൾ എന്നതിനേക്കാൾ കൂടുതൽ അനിവാര്യതകളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. വിജയത്തിന്റെ മധുരം മാറുന്നതിന് മുമ്പ് എന്തിനാണ് ഈ റിട്ടയർമെന്റ് ഹൈക്കു കവിത? ഏതൊരു ബീഹാറി പൊളിറ്റീഷ്യന്റെയും രാഷ്ട്രീയ ജീവിതത്തിലെ അധികാരത്തിന്റെ അവസാന പദമാണ് മുഖ്യമന്ത്രി കസേര. അതിൽ നിന്നും നിതീഷ് പടിയിറങ്ങുന്നത് രാജ്യസഭാ മോഹം കൊണ്ടാണെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കഴിയില്ല. ഇതിനു പിന്നിൽ മറ്റു ചില കാരണങ്ങളുണ്ട്. നമുക്ക് അതിലേക്ക് കടക്കാം. ബീഹാർ രാഷ്ട്രീയത്തിൽ പരസ്യമായ ഒരു രഹസ്യമുണ്ട്, അതായത് നിതീഷ് കുമാറിന്റെ ആരോഗ്യനില. ഇലക്ഷൻ പ്രചാരണ സമയത്ത് അദ്ദേഹം പഴയതുപോലെ സജീവമായിരുന്നില്ല. പലയിടത്തും വീൽ ചെയറിലായിരുന്നു അദ്ദേഹം എത്തിയത്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന അന്ന് ബീഹാറിലെമ്പാടും പടക്കങ്ങൾ പൊട്ടുമ്പോൾ നിതീഷ് കുമാർ എവിടെയായിരുന്നു? അദ്ദേഹം വിശ്രമത്തിലായിരുന്നു. എന്നാൽ ആ വീൽ ചെയറിലിരുന്നും അദ്ദേഹം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. 2020-ൽ 45 സീറ്റ് മാത്രമുണ്ടായിരുന്ന ജെ.ഡി.യുവിനെ ഇത്തവണ അദ്ദേഹം 85 സീറ്റിലെത്തിച്ചു. ബി.ജെ.പിയുടെ സീറ്റ് നിലയോട് തൊട്ടടുത്തെത്തി. ബീഹാറിലെ ഈ വിജയം നിതീഷ് എന്ന ബ്രാൻഡിന് കിട്ടിയതാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞു. മുന്നണികൾ മാറി മാറി വന്നാലും ബീഹാറിലെ വോട്ടർമാർക്ക് നിതീഷിനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് വിമർശകർ പോലും സമ്മതിച്ചു. എന്നിട്ടും നിതീഷ് എന്തിന് ഈ സമയത്ത് മാറണം? ഇവിടെയാണ് അമിത്ഷായുടെ മാസ്റ്റർ പ്ലാൻ തെളിയുന്നത്. ബി.ജെ.പിക്ക് ബീഹാർ ഭരിക്കണം, പക്ഷെ നിതീഷിനെ പിണക്കാനും പറ്റില്ല. അപ്പോൾ അവർ കണ്ടെത്തിയ തന്ത്രമാണ് ഈ രാജ്യസഭ. നിതീഷിനൊരു റിട്ടയർമെന്റ് പ്ലാൻ, ഡൽഹിയിൽ ഉയർന്ന പദവി, സംസ്ഥാന ഭരണത്തിന്റെ തലവേദനകളിൽ നിന്നും മോചനം, ഇതാണ് ബി.ജെ.പി നൽകിയ ഓഫർ. മുൻപ് ഉത്തരാഖണ്ഡിലും ത്രിപുരയിലും മുഖ്യമന്ത്രിമാരെ മാറ്റിയപ്പോൾ ബി.ജെ.പി ഇതേ തന്ത്രം പയറ്റിയിട്ടുണ്ട്. പക്ഷേ നിതീഷ് കുമാർ അത്തരത്തിലുള്ള ഒരു സാധാരണ മുഖ്യമന്ത്രിയല്ല. ബീഹാറികളുടെ സുശാസൻ ബാബുവാണ് അദ്ദേഹം, ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂമികയിലെ അധികായൻ. അദ്ദേഹത്തെ ഇത്ര പെട്ടെന്ന് മാറ്റാനായി ബി.ജെ.പി ശക്തമായ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ പയറ്റിയിരിക്കാം എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. അടുത്ത മുഖ്യമന്ത്രി ആര്? ബീഹാർ വെറുമൊരു സംസ്ഥാനമല്ല, അതൊരു കാസ്റ്റ് കോൾഡൺ ആണ്. ജാതികൾ തമ്മിലുള്ള പോരാട്ടമാണ് ബീഹാർ രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തെക്കാൾ ഏത് ജാതിയിൽപ്പെട്ട നേതാവാണ് മുഖ്യമന്ത്രി ആവുക എന്നതാണ് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ശരിയായ ചോദ്യം. ആദ്യത്തേത് യാദവ് വോട്ടുകളാണ്. ബീഹാറിലെ 26% വരുന്ന യാദവർ ലാലു പ്രസാദ് യാദവിന്റെയും തേജസ്വി യാദവിന്റെയും ഉറച്ച വോട്ടർമാരാണ്. അവരെ സ്വാധീനിക്കാൻ ബി.ജെ.പിക്ക് ഒരാളെ വേണം. അവിടെയാണ് കേന്ദ്രമന്ത്രി നിത്യാനന്ദ് റായിയുടെ പേര് ഉയർന്നു വരുന്നത്. യാദവ് കമ്മ്യൂണിറ്റിയെ ഒപ്പം നിർത്താൻ നിത്യാനന്ദ് റായിയെ ബി.ജെ.പി കളത്തിലിറക്കിയേക്കാം എന്ന് പലരും പ്രവചിക്കുന്നുണ്ട്. മറ്റൊന്ന് കുഷ്വാഹ വിഭാഗമാണ്. നിതീഷിന്റെ അടിത്തറയായ കുഷ്വാഹ വോട്ടുകൾ പിടിക്കാൻ ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൌധരിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ബി.ജെ.പി പരിഗണിക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇ.ബി.സി അഥവാ അതിപിന്നോക്ക വിഭാഗമാണ്. 36% വരുന്ന ഈ വോട്ടർമാരാണ് ബീഹാറിൽ കിങ് മേക്കർമാർ. അവർക്കായി ബി.ജെ.പി ഒരു പുതിയ മുഖത്തെ വൈൽഡ് കാർഡ് എൻട്രിയായി കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതിപിന്നോക്ക വിഭാഗത്തിൽ നിന്നും ശക്തനായ ഒരു നേതാവിനെ ഉയർത്തിക്കാണിക്കുകയും അവരെ പാർട്ടിക്കൊപ്പം നിർത്താനും സാധിച്ചാൽ ബീഹാറിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പാർട്ടിയായി വളരാം എന്ന് ബി.ജെ.പി കണക്കുകൂട്ടുന്നുണ്ട്. എന്തൊക്കെയായാലും നിതീഷിന്റെ ഈ റിട്ടയർമെന്റിനെ ആശങ്കയോടെയാണ് ജെ.ഡി.യുക്കാർ തന്നെ നോക്കിക്കാണുന്നത്. എന്താണ് സംഭവിക്കുന്നത് എന്ന് തന്നെ പാർട്ടി പ്രവർത്തകർക്കും അനുയായികൾക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. പ്രതിപക്ഷം ആരോപിക്കുന്നത് ബി.ജെ.പി നിതീഷിനെ സമ്മർദ്ദത്തിലാക്കി മുഖ്യമന്ത്രി കസേരയിൽ നിന്നും താഴെ ഇറക്കി എന്നാണ്. തേജസ്വി യാദവ് പറയുന്നത് ഇത് ഡൽഹി ദർബാറിൽ എഴുതപ്പെട്ട തിരക്കഥാണെന്നാണ്. എന്തായാലും ജെ.ഡി.യു എന്ന പാർട്ടി ഇപ്പോൾ ഒരു അസ്തിത്വ പ്രതിസന്ധിയിലാണ്.
നിതീഷ് പോയാൽ ആ പാർട്ടി തകരുമോ, മകൻ നിഷാന്ത് രാഷ്ട്രീയത്തിലേക്ക് വരുമോ എന്നൊക്കെ നിരവധി ആശങ്കകളിലൂടെയാണ് പാർട്ടി കടന്നുപോകുന്നത്. നിതീഷ് കുമാർ ഡൽഹിയിൽ റിട്ടയർമെന്റ് ജീവിതത്തിലേക്ക് പോയാൽ ബീഹാറിൽ പാർട്ടി ആര് നയിക്കും എന്നതാണ് ഏറ്റവും വലിയ ആശങ്ക. എന്തായാലും ബീഹാർ രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്നത് നിർണായകമായ ദിവസങ്ങളാണ്. ഏപ്രിൽ ആദ്യവാരത്തോടെ നിതീഷ് രാജിവെക്കുകയും പുതിയ മുഖ്യമന്ത്രി വരികയും ചെയ്യും. വലിയ രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങേറിയിട്ടുള്ള ബീഹാറിൽ നിന്നും എന്ത് വാർത്തകളാണ് ഇനി വരാനിരിക്കുന്നത് എന്നതിനായി കാത്തിരിക്കാം. വാർത്താ നെക്സസിന്റെ എല്ലാ വീഡിയോകളും മറക്കാതെ കാണാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി രേഖപ്പെടുത്താൻ മറന്നു പോകരുത്.